കേരള കിച്ചൺ. നമുക്കിന്ന് വളരെ എളുപ്പം ഒരു ബനാന ചോക്ലേറ്റ് ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബനാന ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഒരു 4 to 5 hours ഞാൻ ഫ്രീസ് ചെയ്തെടുത്തതാണ് ഇത്. ഇതിന്റെ കൂടെ നമുക്ക് ആവശ്യമുള്ളത് കണ്ടൻസ് മിൽക്ക് ആണ്. ഇതൊരു 2 tablespoon കണ്ടൻസ് മിൽക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യം കൊക്കോ പൗഡർ. ഇതൊരു അരക്കപ്പിന്റെ മെഷർമെന്റ് ആണ്. ഇതിനൊരു അരക്കപ്പ് കൊക്കോ പൗഡർ നമുക്ക് ആഡ് ചെയ്യണം. ആദ്യം തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നും കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും. അതിനുശേഷം ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 6 hours നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെക്കും. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന്. ആദ്യം നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന പീസുകൾ ആഡ് ചെയ്യുന്നു. ഇത് ഞാൻ 2 ബനാനയാണ് അരിഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ സാധാരണ നമ്മൾ കിട്ടത്തില്ല, ഫിലിപ്പൈൻ ബനാന അല്ലെങ്കിൽ നാട്ടിലെ റോബസ്റ്റ എന്ന് പറയുന്നത്. അതിൻ്റെ ഏകദേശം മീഡിയം സൈസുള്ള 2 ബനാനയാണ് ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഫ്രീസ് ചെയ്തത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചോക്ലേറ്റ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് അരക്കപ്പാണ്. ഇതൊരു അരക്കപ്പിന്റെ മെഷർമെന്റ് ആണ്. ഇതിനൊരു അരക്കപ്പ് ചോക്ലേറ്റ് പൗഡറാണ്. ചോക്ലേറ്റ് പൗഡർ അല്ല, കൊക്കോ പൗഡറാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 2 tablespoon കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം. കണ്ടൻസ് മിൽക്ക് ഇത് 2 tablespoon ഞാൻ മെഷർമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 2 tablespoon കണ്ടൻസ് മിൽക്ക്. ഇനി നമുക്ക് ഇത് നല്ലപോലെ മിക്സിയിലൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പം ഞാൻ ഒന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ. ഞാനിപ്പം ഇത് മിക്സിയിൽ നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി പരുവത്തിലാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. ഇനി കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി. ഓക്കെ, ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ച് ഒരു 4 അല്ലെങ്കിൽ 5 hours നമുക്കിത് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം നമ്മുടെ ഐസ്ക്രീമിന്റെ കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു എയർ ടൈറ്റ് ആയിട്ട് കവർ ചെയ്ത് നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒരു 4 to 5 hours നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാം. നമുക്കിത് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണമെങ്കിൽ ചോക്ലേറ്റിന്റെ ചെറിയ പീസുകളോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് കിട്ടും, അതോ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഡയറി മിൽക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. അത് ജസ്റ്റ് നമുക്കൊന്ന് സ്പ്രിങ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് നമുക്കൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റോ ഇതുപോലെ ചോക്ലേറ്റിന്റെ പീസുകളോ ഇട്ട് നമുക്കിതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പിയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.